അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ. കേസ് എടുത്ത കാര്യം ഞാനിപ്പോൾ ഇപ്പോഴാണ് രാവിലെ അറിയണത്. എന്ത് വകുപ്പിലാണ് കേസ് എടുത്തത് എന്നുള്ളത് ഞാൻ എന്തായാലും മതസ്പർദ്ധ കലാപാഹനം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കൂലേ. ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. യോജിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം മുതലുള്ള കാര്യമാണ്. ഇതൊരു എന്താ പറയുക, കമ്മ്യൂണൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ, അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം ചെയ്യുക? പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള അക്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു മനാഫിനെ അനുകൂലിക്കുന്ന അങ്ങോട്ട്. പക്ഷേ അതിനുശേഷമുണ്ടായ ഇത്തരം കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് പറഞ്ഞത്? ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത്, അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരിക്കലും ഓലെ ആക്രമിക്കരുത്, ഓർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഒരു ഞാൻ എന്താ ചെയ്യുക? അതിനിടയ്ക്ക് സാഹചര്യം താങ്കൾ പല ചാനലുകൾക്ക് നടത്തിയ കമന്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. എന്ത് പ്രതികരണം? ഇപ്പം ഞാൻ ഇവർക്കെതിരെ പറഞ്ഞത്, ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ. മനാഫിന്റെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ. അതിലെവിടെയെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ. അറിയില്ല, ഞാനൊന്നും അറിയില്ല. ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് എനിക്കെതിരെ FIR-ഉം കേസും ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്നലത്തോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞതാ. മനാഫിന്റെ മാനസികാവസ്ഥ എന്താണ്? സങ്കടം ഉണ്ടാവില്ലേ? അത് കുഴപ്പമില്ല, സങ്കടമുണ്ട്. പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. ഇല്ല, പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല.